ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിന്യൂസ് ടോക്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തലമുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ നമ്മുടെ തലയിലെ താരൻ അതുപോലെ തന്നെ അകാല നരയ്ക്കല്ലേ അതൊക്കെ മാറിപ്പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉഗ്രൻ റെമഡി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം എന്ത് റെമഡിയാണ്, എന്തൊക്കെ ഉപയോഗിച്ചാണ് നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റുക, അതുപോലെ തന്നെ അകാല നര ഇതൊക്കെ മാറാനുള്ള ഒരു ഉഗ്രൻ റെമഡി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു 2 ടീസ്പൂൺ കരിഞ്ജീരകം എടുക്കുക. അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അതൊരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ വെക്കുക. ഗ്യാസിൽ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ചതിന് ശേഷം അതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. ഈ പൊടിച്ച കരിഞ്ജീരകം നന്നായിട്ട് തിളപ്പിച്ച് 1 ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നമ്മൾ ഇത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം വറ്റി വന്നാൽ 1 ഗ്ലാസ് വെള്ളം ആയാൽ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ആറുന്നത് വരെ മാറ്റി വെക്കുക. ആറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് നന്നായിട്ടൊരു സ്റ്റെയിനറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, കാസ്റ്റർ ഓയിലില്ലേ, നമ്മുടെ ആവണക്കെണ്ണ എന്നൊക്കെ പറയില്ലേ, അത് 2 ടേബിൾ സ്പൂൺ അത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക. ഈ കരിഞ്ജീരകം തിളപ്പിച്ച് വെച്ച വെള്ളത്തിലോട്ട് ഒഴിക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലും നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല, പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലും കൂടെ ഇതിലോട്ട് നന്നായിട്ട് ആഡ് ചെയ്യുക. ഈ 3ഉം കൂടെ നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ നമുക്കൊരു കോട്ടൺ വെച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൽ വേണം കേട്ടോ ഇത് അപ്ലൈ ചെയ്യാൻ. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ തലയിലെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നമ്മുടെ സ്പ്രേ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 8 ദിവസം വരെയൊക്കെ നമുക്കിത് മാക്സിമം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്നതിന് 2 മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്നും പുറത്ത് മാറ്റിയതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം ഇത് തലയിൽ അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് ഓവർനൈറ്റിൽ ചെയ്യണം കേട്ടോ. നമ്മൾ കിടക്കുന്നതിന് മുന്നേ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ചെയ്ത് വെക്കണം. എന്നിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഓവർനൈറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം നൈറ്റിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യണം. നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്താലുള്ളൂ ഇതിൻ്റെ ഇഫക്റ്റ് നമ്മുടെ സ്കാൽപ്പിലോട്ട് ഇറങ്ങുക. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 ആഴ്ച നമ്മൾ എന്തായാലും ഇതൊന്ന് മാക്സിമം നമ്മൾ 2 ആഴ്ചയെങ്കിലും നമ്മൾ നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. എന്നാലേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ഒരു ദിവസം ചെയ്തതുകൊണ്ട് ഒന്നും ആവില്ല. അപ്പോൾ ആഴ്ചയിൽ 3-4 ദിവസം നമ്മളിത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. അങ്ങനെ നമ്മളൊരു 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ബെസ്റ്റ് റെമഡിയാണ് കേട്ടോ ഇത്. മുടി കൊഴിച്ചിലിനും താരത്തിനും അതുപോലെ തന്നെ അകാല നരക്കൊക്കെ പറ്റിയ നല്ലൊരു ഉഗ്രൻ റെമഡിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെമഡി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.